എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലത്തെ നമ്മുടെ CPA പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചു കട്ട് ഓഫ് എത്ര വരും, കട്ട് ഓഫ് കൂടുമോ, കട്ട് ഓഫ് കുറയുമോ, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിനാണ്, കട്ട് ഓഫ് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. PSC ആണ് തീരുമാനിക്കുന്നത് കട്ട് ഓഫ് എത്ര ഇടണമെന്നും എത്ര പേരെ എടുക്കണമെന്നുള്ളതുമാണ് PSC ആണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്കറിയാം 2019 CPOയുടെ ലിസ്റ്റിലും 2020 ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം അനുസരിച്ച് നോക്കിയാൽ മതി. 2019 ഏകദേശം ഒരു 1000 സംതിങ് ഉണ്ടെങ്കിൽ 2022 600 സംതിങ് ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ PSC ആണ് തീരുമാനിക്കുന്നത് എത്ര ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് നമ്മുടെ ആവറേജ് ഒരു എക്സാം എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു എക്സാം ആയിരുന്നു. നല്ല നിലവാരം പുലർത്തിയ ചോദ്യങ്ങളായിരുന്നു. LDക്കൊന്നും ഇത്രയും GK പാർട്ടിയിൽ ഇത്രയും ടഫായിട്ടൊന്നും LDക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പാർട്ടും എടുത്ത് നോക്കുവാണെങ്കിൽ, നമ്മൾ GK പാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു 20 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു 20-22 മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് GK പാർട്ടിൽ നിന്ന്. അതുപോലെ തന്നെ GK പാർട്ടിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് ഒരു 10 മുതൽ ഒരു 12 വരെ, ഒരു 10 മുതൽ ഒരു 12 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സൊക്കെ ഫോളോ അപ്പ് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്സ് ഫോളോ അപ്പ് ചെയ്തൊരു കുട്ടിക്ക്, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരു നല്ല 15 മുകളിൽ സ്കോർ ചെയ്യാനും പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 മുതൽ 12 ആണ്. അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നൊരു 6 മുതൽ 7 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് മലയാളത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നും അതേ സെയിം തന്നെ 6 മുതൽ 7 വരെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ മാത്സ് പാർട്ടിൽ നിന്നൊരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 6 മാർക്കൊക്കെ ഒരു ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ എത്ര വരും? 20, 10. ഏറ്റവും കുറഞ്ഞ സ്റ്റുഡൻറ്റ് നോക്ക്, 20, 10, 30, 36, 42, 42 എത്ര? 47. അതുപോലെ തന്നെ 22, 22, 10, 32, 34, 60, 34, 40, 47, 54. അപ്പം 54. അപ്പം ഒരു 45-ന് മുകളിൽ ഒരു 45, 50 ആ റേഞ്ചിൽ ഒരു ആവറേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആവറേജ് പഠിക്കുന്നതാണ്. ഇതിൽ കൂടുതലൊക്കെ പഠിക്കുന്ന 60 കിട്ടിയെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. നമുക്ക് പേഴ്സണലി വിളിച്ച് 60 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിന് കണക്കാണ് പറയുന്നത്, 45 മുതൽ 50 വരെ. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെയല്ല, എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നെഗറ്റീവ്സ് ഒക്കെ വരും. നമ്മളത് പുറമേ നിന്ന് പറയുന്ന പോലെയല്ല, എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നല്ല പ്രഷർ വരും, നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ്സൊക്കെ വരുമ്പോൾ ഇതിൽ നിന്നൊരു 5 മാർക്ക് 6 മാർക്കൊക്കെ മൈനസ് ആയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 40 വരാൻ ചാൻസ് കൂടുതലാണ്. നെഗറ്റീവ് മാർക്ക് 5-6 മാർക്ക് അങ്ങനെ പോകാൻ ചാൻസ് കൂടുതലാണ്. 5 6 നെഗറ്റീവൊക്കെ നല്ല രീതിയിൽ അടിക്കാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ എക്സാം ഹോളിലെ പ്രഷർ അതുപോലെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 40 മുതൽ 50 ആയിരിക്കും, ഇതിനിടയിലായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിലും കുറയാം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഡിലീഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഡിലീഷനും, ചില ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. നിങ്ങൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസൊക്കെ മാറും. അതുപോലെ തന്നെ ഡിലീഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫൈനൽ ആൻസർക്ക് വന്നാൽ അതിനനുസരിച്ചുള്ള പറയാൻ പറ്റും. എന്തായാലും ഒരു 40-50 കട്ട് ഓഫ് വരാൻ ചാൻസ് കൂടുതലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ അതിലും താഴെ 35, 30, 38, 39, 37 കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ഇതേ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ആ ഒരു റേഞ്ചിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇതൊരു ഫോഴ്സ് എക്സാമാണ്. കാരണം ഫിസിക്കലുമാണ്. ഒരിക്കലും 50 മേളിൽ കട്ട് ഓഫ് പോകത്തില്ല. കാരണം ഫിസിക്കലുള്ളൊരു എക്സാമാണിത്. അതുകൊണ്ട് തന്നെ 50 മുകളിൽ കട്ട് ഓഫ് ഒരിക്കലും പോവില്ല. പക്ഷേ വുമൺ സിവിൽ പോലീസ് ഓഫീസറൊക്കെയാണ് 60-65 വരാൻ ചാൻസ് ഉണ്ട്. അത് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഓരോ ബറ്റാലിയൻ തിരിച്ചായതുകൊണ്ട് തന്നെയും ഫിസിക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ളത്, ആൺകുട്ടികൾ മാത്രം എഴുതുന്നത് കൊണ്ടും ഫിസിക്കൽ മാത്രം ഉള്ളതുകൊണ്ടും ഒക്കെ 50 താഴെ കട്ട് ഓഫ് നിൽക്കത്തുള്ളൂ. 40 മുകളിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും നിങ്ങൾ ഫിസിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫിസിക്കലൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഫിസിക്കലിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നോക്കുക, ഫിസിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ 35 മുകളിലൊക്കെ ഉള്ളവരും ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ വേറെ ആദ്യമേ നമുക്കൊരു കാര്യം പറയാനുള്ളത്, കട്ട് ഓഫ് നമ്മൾ ജസ്റ്റ് കടന്നെന്ന് പറഞ്ഞുകൊണ്ട് ജോലി കിട്ടണമെന്നില്ല. കാരണം നിങ്ങൾ കഴിഞ്ഞ ലിസ്റ്റിലെ കഴിഞ്ഞ സമരങ്ങളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കട്ട് ഓഫ് ജസ്റ്റ് കടന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജോലി കിട്ടണമെന്നില്ല. അപ്പം മാർക്ക് കുറഞ്ഞ കൂട്ടുകാരൊക്കെ കാണും. അവരൊക്കെ മാക്സിമം ഇനിയുള്ള അവസരത്തിനായി പ്രിപ്പയർ ചെയ്യുക. ഇനിയും നമ്മുടെ മുമ്പിൽ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ
എൽ ഡി സി ഒക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ നിയമനം നടക്കുന്ന പോസ്റ്റാണ് LDC പോസ്റ്റ്. അപ്പോൾ LDC എക്സാംസ് ഒക്കെ ഇപ്പോൾ നമുക്ക് അടുത്ത ജൂലൈ മുതൽ വരുവാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഹാർഡ് വർക്കും അതുപോലെ തന്നെ സ്മാർട്ട് വർക്കും ചെയ്ത് മാക്സിമം എക്സാമിന് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം LDC ഒക്കെ മാക്സിമം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയാണ്. ഇത്രയും GK പാർട്ടിൽ നിന്നും ഇത്രയും കട്ടിയായിട്ടൊന്നും LDC ചോദിക്കത്തില്ല. എന്നാലും SCRT ബേസ് ചെയ്തായിരിക്കും, പക്ഷേ ഇത്രയും കട്ടിയായിട്ടൊന്നും ചോദിക്കത്തില്ല. അതുപോലെ തന്നെ LDC ഒക്കെ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ LDC ബേസ് ചെയ്തുള്ള കറണ്ട് അഫയർ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ഇടുന്നുണ്ട്. ഇന്നലത്തെ പരീക്ഷയിൽ തന്നെ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ കറണ്ട് അഫയർ ക്ലാസ്സിൽ നിന്നും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ ഒരുപാട് കൂട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം മാക്സിമം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. 40 മുകളിലൊക്കെ ഉള്ളൊരു ഷുവറായിട്ടും ഫിസിക്കൽ നോക്കി തുടങ്ങുക. കറക്റ്റ് കട്ട് ഓഫ് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മളൊരു ആവറേജ് സ്റ്റുഡൻറ്റിന് കണക്ക് വെച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇതാണ് 45 മുതൽ 50 വരെയൊക്കെയാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് കിട്ടാൻ ചാൻസ് കൂടുതൽ. അപ്പം ഇതിനകത്ത് തന്നെ നെഗറ്റീവ്സ് വരും. കാരണം എക്സാം സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ഇതിനകത്ത് തന്നെ നെഗറ്റീവ്സ് വരുമ്പോൾ കുറച്ച് ഈ മാർക്ക് കുറച്ച് താന്നു പോകും. അപ്പോൾ 40-നും 50-നും ഇടയിൽ കട്ട് ഓഫ് വരും. പക്ഷേ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിലീഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതിലും താഴാനും ചാൻസ് ഉണ്ട്. 30, 37, 36, 38 ഒക്കെ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പം എന്തായാലും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരട്ടെ. ഫിസിക്കൽ 35-നും മേളിലൊക്കെ മേടിച്ചവരും 40 മേളിലൊക്കെ മേടിച്ചവരും ഒക്കെ ഫിസിക്കൽ ചെയ്യട്ടെ. ഫിസിക്കലും കാര്യങ്ങളൊക്കെ 40 മുകളിൽ മേടിച്ചവരെല്ലാം ഷുവറായിട്ട് ഫിസിക്കലും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. പിന്നെ ഇനി വരുന്ന എക്സാംസൂടെ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് LDC പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. LDC ഒക്കെ നല്ല പോസ്റ്റാണ്, കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല നിയമനം നടക്കുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഓൾ.